ഇപ്പോൾ ചാണ്ടിമനുണ്ട്. ചാണ്ടിമൻ, എൻ്റെ ചോദ്യം ഇതായിരുന്നു, നമ്മുടെ നവനീതിൻ്റെ കാര്യത്തിലേ ഇപ്പോൾ താൽക്കാലിക ജോലിയാണ് പറഞ്ഞിരിക്കുന്നത്, പക്ഷേ അതൊരു സ്ഥിരജോലി വേണമെന്നുള്ളത് അമ്മൂമ്മയും ഒക്കെ പറയുന്നുണ്ട്. കാരണം ഇതൊക്കെ പറഞ്ഞങ്ങ് പോവും, പിന്നെ സ്ഥിരജോലിക്കായിട്ട് പുറകെ നടക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവും. അതാണ് ഒന്ന്. രണ്ടാമത് ഞാൻ ചോദിച്ചത്, ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കമ്മിറ്റിയുടെ ചെയർമാനാണ് കളക്ടർ. അപ്പോൾ ആ കളക്ടർ തന്നെ ഉൾപ്പെട്ട ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കമ്മിറ്റിക്കെതിരെ എങ്ങനെയാണ് അന്വേഷണം കളക്ടർ നടത്തിയാൽ ശരിയാവുക? അപ്പോൾ അന്വേഷണത്തിൽ തൃപ്തിയുണ്ടോ ചാണ്ടിയുമ്മൻ? തീർച്ചയായിട്ടും ഇവിടെ അടിയന്തരമായി വേണ്ടത് ആ കുട്ടിക്ക് സ്ഥിര നിയമനം കൊടുക്കുക എന്നുള്ളതാണ്. അത് ഇപ്പോൾ ആശുപത്രി ആ പയ്യൻ നല്ല വിദ്യാഭ്യാസമുള്ള പയ്യനാണ്, അദ്ദേഹത്തിന് കൊടുത്താലും മതി. അടിയന്തരമായി ഒരു ജോലി ആ കുടുംബത്തിൽ സ്ഥിര നിയമനം, അത് താൽക്കാലിക നിയമനം കൊടുത്ത് പറ്റിക്കാമെന്ന് വിചാരിക്കേണ്ട, സ്ഥിര നിയമനം കൊടുത്തേ പറ്റത്തുള്ളൂ. രണ്ടാമത്തെ കാര്യം, ജുഡീഷ്യൽ എൻക്വയറി എന്നുള്ളത് UDFൻ്റെ പ്രഖ്യാപിതമായ നിലപാടാണ്. ആ നിലപാടിൽ ഞങ്ങൾ പിന്നോട്ടില്ല. ഇവിടെ കളക്ടർ ചെയ്തിട്ട് ഒരു ഗുണവുമില്ല. കളക്ടർ ചെയ്താൽ കളക്ടറിൻ്റെ താഴെയോ കളക്ടറിൻ്റെ മേളിലുള്ളവർക്കെതിരെ, താഴെയുള്ളവർക്കെതിരെ അന്വേഷിക്കാം, പക്ഷേ മേളിലുള്ളവർക്കെതിരെ എങ്ങനെ അന്വേഷിക്കുവാൻ സാധിക്കും? അതുകൊണ്ട് തന്നെ ലോജിക്കില്ലാത്ത ഒരു തീരുമാനം സർക്കാർ എടുത്തു. അത് സർക്കാരിനെ സ്വന്തക്കാരെ രക്ഷിക്കുവാൻ, മന്ത്രിമാരെ രക്ഷിക്കുവാൻ